നമ്മുടെ ഏലക്കയൊക്കെ എടുത്തിട്ട് തവയിലൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഏലക്ക എടുത്തിട്ടൊന്ന് ചൂടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് മാത്രമല്ല, കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ കുറച്ച് പഴുതായി നമ്മുടെ ഏലക്കയൊക്കെ അതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശരിക്ക് തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തവയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് ചൂടാക്കില്ലേ, ആ ഒരു ചൂടാക്കുന്ന സമയത്തേക്ക് നമ്മൾ കുറച്ചൊന്നിങ്ങനെ ഇതേപോലെ നമ്മുടെ പഴയതായിട്ടുണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നേരെ പൊട്ടുന്നൊന്നുമില്ല, ഒന്ന് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഏലക്കയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്ത് നോക്കൂ. അത് പിന്നെ പെട്ടെന്ന് തന്നെ അത് നേരെ പൊട്ടി കിട്ടും. ഇങ്ങനെ തണുത്ത് പോയത് ഇങ്ങനെ പൊട്ടാൻ പാടല്ലേ. അപ്പം അത് നേരെ നല്ല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നേരാവണ്ണം നമുക്കത് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് എടുക്കാനും പറ്റും, അതൊന്ന് വിട്ട് വരികയും ചെയ്യും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നമ്മളൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പൊട്ടിച്ച് നോക്കൂ. നമുക്കിതാ കൈ കൊണ്ടൊന്നിങ്ങനെ അമർത്തുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇതെല്ലാം പൊട്ടി നേരെ കിട്ടും. അപ്പോൾ ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. നല്ല രീതിയിൽ തന്നെ ആ ഏലക്കയൊക്കെ നല്ലതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ സോക്സ് ഒക്കെ ഒന്നിങ്ങനെ തോരിയിട്ടു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സോക്സ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്തായാലും താഴെ വീഴൂലേ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ക്ലിപ്പ് ഇടണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറ്റത്ത് എന്തായാലും വീഴും. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് ക്ലിപ്പ് ഇട്ടാലും, ഒന്നുമില്ലെങ്കിൽ ഹാങ്ങറിൽ വെച്ചാലും ശരി, അതല്ല നമ്മൾ ഐക്കോളിൽ തോരിയിട്ടാലും ഇങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ 2 സോക്സ് എടുക്കുക, അതിനുശേഷം നമ്മൾ ഒരു ക്ലിപ്പ് ഇട്ട് വെക്കുക കേട്ടോ. ഒരു ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിന് ഈ സൈഡിനെ നമ്മളൊന്ന് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് ആക്കുക. അതിനുശേഷം നമ്മൾ തോരിയിട്ട് നോക്കൂ, പിന്നെ അത് എങ്ങോട്ടും വീണ് പോവില്ല. കാരണം ഈ ഒരു ക്ലിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് അങ്ങനെ അവിടെ കിടക്കും. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തോരിയിട്ടാലും മതി കേട്ടോ. ഇങ്ങനെ ഇട്ടാലും അത് പിന്നെ എവിടെയും പോവാതെ അത് അങ്ങനെ വൃത്തിയായിട്ട് കിടക്കും. അതല്ല നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ക്ലിപ്പ് കുത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐക്കോലിൽ നിന്നാണെങ്കിലും താഴെ വീഴില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സോക്സ് ഒക്കെ തോരിയിട്ട് കഴിഞ്ഞാൽ വീണ് പോവില്ല. നമുക്ക് നല്ല എത്ര കാറ്റ് വന്നാലും വീഴാതെ നമുക്ക് ഇതേപോലെ ക്ലിപ്പ് ഇട്ടിട്ട് ഐക്കോലിൽ വെച്ചാൽ മതി. നമ്മൾ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേപോലെ ഇങ്ങനെ കറുത്ത കളറായിട്ട് ഇങ്ങനെ ആവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ചുരുട്ടി ഒന്ന് എടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് അതിരിക്കും. ഇതിൻ്റെ ഈ ഒരു തണ്ടില്ലേ, ആ ഒരു ഭാഗം മാത്രം നമ്മളിതിൻ്റെ ഇതേപോലെ ഒന്ന് ചുരുട്ടി വെച്ചാൽ മതി കേട്ടോ. നല്ല വൃത്തിയായിട്ടിരിക്കും. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കൂടുതൽ പഴുത്ത് പോവില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒക്കെ കാർബൈഡ് ഇട്ടിട്ടല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും പെട്ടെന്ന് അത് പഴുക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഒരു കടിക്കുന്ന മാതിരി തോന്നുകയും ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പഴം കൊണ്ടുവന്ന ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ ഉപ്പ്, ഈ നല്ലോണം പഴുക്കണതിന് മുന്നേ നമ്മൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. കാരണം ഇല്ലെങ്കിൽ ആ കാർബൈഡ് തന്നെ അങ്ങനെ തന്നെ ഇരുന്നിട്ട് കൂടുതൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അളിഞ്ഞു പോകുന്ന ഒരു രീതിയിലെത്തും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ആക്കിയിട്ട്, ഇപ്പോൾ ജ്യൂസോ എന്തെങ്കിലും കുട്ടികളൊക്കെ പാതി കുടിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു അടപ്പ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്കിതാ ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ടിരിക്കും. നല്ല ഒരു കവറിങ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ തന്നെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും, ക്യൂട്ടായിട്ടുണ്ടാവും കാണാനായിട്ട് അത് അടച്ചു വെച്ചാൽ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടെയ്നറിൻ്റെ അടപ്പൊക്കെ നമ്മൾ കളയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും യൂസസ് ഉണ്ടോ എന്നൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് കളയാം. നമ്മൾ കുറച്ച് സോപ്പ് എടുത്ത് അതൊന്ന് ചീകി എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ച് പേപ്പർ എടുക്കാം കേട്ടോ. കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ടുള്ള പേപ്പർ എടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് മുക്കിയെടുത്ത് പിന്നെ അതൊന്ന് ഉണക്കാൻ ആയിട്ട് നമ്മളൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പേപ്പർ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിനെ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ നല്ല എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ പതഞ്ഞു വരും. നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും നമുക്ക് ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ലൈറ്ററിൻ്റെ ഒക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് വെള്ളം ഒഴിച്ച് കഴുകാനൊന്നും പറ്റില്ലല്ലോ. സ്റ്റീലാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിനാഗിരി വെച്ചിട്ട് നമുക്കൊരു ടിഷ്യൂലോ കോട്ടൺ തുണിയിലോ വെച്ചിതാക്കിയാൽ മതി. ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഇതേപോലെ ഒരു ബഡ്സ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ.
ഈ ഒരു രീതിയിൽ നമ്മൾ ബഡ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. ഇതിൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ കത്തില്ലല്ലോ. അപ്പോൾ വെള്ളമാക്കാതെ വിനാഗിരി കൊണ്ട് ഇവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞ് ബഡ്സ് വെച്ചിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അത് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അഴുക്ക് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതൊരു വൃത്തിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇപ്പം അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പം നമ്മളുടെ കയ്യിൽ ഫോൺ വെക്കാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ടാവില്ലേ, ആ ഒരു കണ്ടെയ്നർ നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫോൺ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെങ്കിലോ കേൾക്കണമെങ്കിലോ നിങ്ങൾ സംസാരിക്കുവാണ് ഫോണിലെങ്കിൽ അതും നമുക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. എവിടെയും വീണ് പോവുമെന്നോ ഒന്നും പേടിക്കാനില്ല. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിട്ടിട്ടൊന്ന് സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് നിന്ന് കുറച്ചൊന്ന് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് പണി ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ സാരിയോ അല്ലെങ്കിൽ പുതിയ ഡ്രസ്സ് വേറെ ഏതെങ്കിലും കാര്യം നമ്മളിങ്ങനെ മടക്കി വെക്കുന്ന ആ ഒരു സമയത്ത് അത് കുറേ കാലങ്ങൾ എടുക്കാത്ത ചില സാരികളും ഡ്രസ്സൊക്കെ കാണൂലേ. അപ്പോൾ അതിനൊരു മണമൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു കർപ്പൂരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ കർപ്പൂരത്തിനകത്ത് നമ്മളൊരു ടിഷ്യൂവിൻ്റെ അകത്ത് നമ്മൾ ഈ കർപ്പൂരം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇതിനകത്ത് വെക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഈ ഡ്രസ്സിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര ദിവസം, ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓരോ ഡ്രസ്സൊക്കെ ഇടുക അല്ലേ. ഫംഗ്ഷനൊക്കെ മാത്രം ഇടുന്ന സാരിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മളിത് അതേപോലെ വെച്ചാൽ മതി. ഇത് ഫോയിൽ പേപ്പറിലാണെങ്കിലും വെച്ചാൽ മതി. എന്നിട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാട് മടക്കണ്ട. അപ്പോൾ ആ ഒരു മണം എല്ലായിടത്തും എത്തണമല്ലോ. ജസ്റ്റ് ഒരു മടക്കാക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വാർഡ്രോബ്സിലാണെങ്കിലും എവിടെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ഒരു മണം നല്ല രീതിയിൽ തന്നെ നിൽക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിനാണെങ്കിലും നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പേപ്പറിലൊക്കെ അങ്ങനെ മടക്കി വെച്ച് കാണും അല്ലേ. ഇതേപോലത്തെ നമ്മുടെ ഈ സ്ക്രൂ ആണെങ്കിലും ശരി, ആണിയാണെങ്കിലും ശരി, അപ്പോൾ ഈ നെയിൽസും ഇതൊക്കെ നമുക്ക് പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ നമ്മൾ പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. വെള്ളമില്ലാത്തത് എടുക്കണം കേട്ടോ. വെള്ളമുള്ളത് എടുത്തു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും. അപ്പോൾ വെള്ളമില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലോട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കാണാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു ഹോൾ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കിട്ടും. എവിടെയും നമ്മുടെ കൈ മുറിയില്ല, എവിടെയും ഇരുന്നിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ വീണ് പോവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നെയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. എവിടെയും വീണ് പോവില്ല, നല്ല വൃത്തിയായിട്ടിരിക്കും. കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ബോട്ടിൽ ചെറിയൊരു ഇതിട്ടിട്ട് ഇങ്ങനെ എടുക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും എളുപ്പം എന്താ പറഞ്ഞാൽ ഇതിങ്ങനെ അടച്ചു വയ്ക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ചെറിയ ബോട്ടിലൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് അത് അവിടെ ഇരുന്നോളും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സൊക്കെ ഇത്രയായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ നാളെ അടുത്ത നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.